മഴ തോരും മുമ്പേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഗംഗാധരൻ കാര്യങ്ങളെല്ലാം മനുവിനോട് പറയാണ്. അപ്പം മനു പറയാണ്, ഇത് വലിയ പ്രശ്നമാണല്ലോ, പ്രശ്നം ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയുന്നത്, അതെ, ഇതെങ്ങനെ പരിഹരിക്കുന്ന ഒരു പിടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവശങ്കരൻ വരുന്നത്. അപ്പോൾ ശിവശങ്കരൻ വരുമ്പോൾ ഉടനെ ഗംഗാധരൻ പറയാണ്, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല, നേരിട്ട് കണ്ട് സംസാരിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് ഗംഗാധരൻ പറയണം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വന്നതെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, അതിന് ഞാനൊന്നും ചോദിച്ചിട്ടല്ലോ ഗംഗേട്ട, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ എന്താ പെട്ടെന്ന് വന്നേ എന്നുള്ള ചോദ്യമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം നീയും അത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്, അതിനുള്ള ഉത്തരം ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളെന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, പ്രശ്നമുണ്ട്, പ്രശ്നം ഇത്തിരി ഗുരുതരമാണെന്ന് പറയുകയാണ്. അപ്പം എന്താ കാര്യമെന്ന് വീണ്ടും ശിവശങ്കരൻ ചോദിക്കുകയാണ്. വൈജയുടെ കാര്യമാണ്. വൈജയുടെ കാര്യം എന്താ പ്രശ്നം? അപ്പം അവരെല്ലാവരും മക്കളും അലീനയുടെ കൂടെ എല്ലാവരും കൂടെ എറണാകുളത്ത് പോയേക്കുവാണ്. ബാലചന്ദ്രൻ എന്തോ ടൂറിലാണെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് ശിവശങ്കരൻ പറയാണ്. അപ്പോൾ ഉടനെ ഗംഗാധരൻ പറയാണ്, എവിടെ ടൂറിന് പോയെന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് ചോദിക്കുകയാണ്. അതറിയത്തില്ല, എന്തായാലും ഞാൻ നെടുമ്പുരയ്ക്കൽ ചെന്നപ്പം അവിടെ വീട് പൂട്ടിയിരിക്കുന്നു. അതിനുശേഷം കടയിൽ ചെന്ന് അപ്പം ഗോവർദ്ധനുമായിട്ടാണ് ബാലചന്ദ്രൻ്റെ യാത്രയെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ബിസിനസ് ടൂറായിരിക്കും, അതുകൊണ്ടല്ലേ ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ട് പോയേക്കുന്നതെന്ന് ശിവശങ്കരൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ പറയാണ്, ഒരു ബിസിനസ് ടൂറും അല്ല, ബാലചന്ദ്രൻ നേരെ വന്നത് കൂനൂരിലേക്കാണെന്ന് പറയുന്നുണ്ട്. അവിടെ എന്തിനാ വന്നേ എന്ന് പെട്ടെന്ന് ഞെട്ടലോടെ ശിവശങ്കരൻ ചോദിക്കുകയാണ്. എന്നെ കാണാൻ എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, എന്തിനാ ഗംഗേട്ടനെ കാണുന്നത്? കാണേണ്ട കാര്യം എന്താണ്? ഇനി വല്ല ബിസിനസ് യാത്രയിലിടയിൽ ഗംഗേട്ടനെ കാണാൻ വന്നതാണോ എന്നിങ്ങനെ ശിവശങ്കർ ചോദിക്കുകയാണ്. അല്ല, എന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിയണമായിരുന്നു, അതിനു വേണ്ടി വന്നതാ. കൂടെ ഗോവർദ്ധനും ഉണ്ടായിരുന്നു. ഗംഗേട്ടൻ്റെ വീട്ടിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവിടെ ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം എന്നെ വിളിച്ച് ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നെന്ന് പറയാണ്. എന്തിനാ ബാലചന്ദ്രൻ വന്നതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, നീ അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവർ മൂന്നരും അകത്തേക്ക് പോവാണ്. അതിനുശേഷം ഗംഗാധരനും ശിവനും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ നേരെ വന്നത് എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അവന് സ്റ്റാൻലിയുടെ അഡ്രസ്സ് വേണമായിരുന്നു, അതിനാണ് അവൻ വന്നതെന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ ശിവൻ പെട്ടെന്ന് ഞെട്ടനോട് ചോദിക്കുന്നു, സ്റ്റാൻലിയുടെ അഡ്രസ്സ് ബാലചന്ദ്രൻ എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചില്ലേ, അതുകൊണ്ട് അലീനെ അങ്ങനെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ ബാലചന്ദ്രൻ്റെ മനസ്സില്ലെന്ന് പോലും. അവളെ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ ഏൽപ്പിക്കണമെന്ന്, സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ മകളെ ഏൽപ്പിക്കണമെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അതിനുവേണ്ടി സ്റ്റാൻലിയുടെ അഡ്രസ്സും തിരക്കാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ ഗംഗേട്ട, സ്റ്റാൻലിയുടെ അഡ്രസ്സും തിരക്കി ബാലചന്ദ്രൻ അവിടെ ചെന്നാൽ സ്റ്റാൻലിയെ കാണത്തില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, തീർച്ചയായിട്ടും കാണും. മാത്രമല്ല ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് അലീനയുടെ കാര്യം പറയുകയും അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്നും സ്റ്റാൻലി ഏൽപ്പിക്കാനാണ് താൻ വന്നതെന്നുള്ള കാര്യവും ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയും. അപ്പം അലീനയുടെ കാര്യമല്ല സ്റ്റാൻലി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻലി ചെയ്യുന്നത് വൈജയെ അന്വേഷിക്കും. വൈജയ്ക്ക് എന്ത് സംഭവിച്ചു, വൈജയുടെ കാര്യം അന്വേഷിച്ച് ഇവിടെ എത്തും. മാത്രവുമല്ല അലീനയുടെ ജന്മരഹസ്യം അയാൾ കുഴി തോണ്ടിയെടുക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നിനക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ, വ്യക്തമാവുന്നുണ്ടല്ലോ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടാലോ എന്ന് ഗംഗാധരൻ ശിവനോട് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ശിവൻ അകപ്പാട് ഞെട്ടുന്നുണ്ട്. അറിയാം ഗംഗേട്ട, ഇതിന് ഇപ്പോൾ എന്താണ് ഒരു പരിഹാരം? ഗംഗേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഈ പ്രശ്നം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് ശിവശങ്കരൻ പറയുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയാണ്, തീർച്ചയായും ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കൈ നിൽക്കത്തില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യണം. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കാണുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഗംഗാധരൻ ശിവനോട് പറയണം. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, ഒന്നീ നമ്മൾ ഇതിനെതിരെ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ സർവ്വവും ആയുധവും വെച്ച് കീഴടങ്ങണം, അതേ ചെയ്യാൻ പറ്റൂ. എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്ന് ഗംഗാധരൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ വൈജി അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? ചിലപ്പോൾ അവൾ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കത്തില്ല എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശിവശങ്കരൻ ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, ഒരു കാര്യം ചെയ്യാം, അലീന ആ വീട്ടിൽ നിന്ന് പോകല്ലേ, അതേപോലെ വൈജ തിരിച്ച് ആ വീട്ടിലെത്തണം, അതുമാത്രമേ ഇനിയുള്ള പരിഹാരമുള്ളൂ. ബാലചന്ദ്രനോട് സ്നേഹത്തോടെയും അടുപ്പത്തോടെയും വൈജ പെരുമാറണം, ഇതൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാരമുള്ളൂ. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വൈജയെ മാറ്റിയെടുക്കണം. അത് എന്ത് ചെയ്യണമെങ്കിലും
എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ എന്ത് വിചാരിച്ചാലും ഒരു കാര്യവും നടക്കത്തില്ല. അതോടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ തീരുമാനിക്കുന്നത് സ്റ്റാൻലി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഗംഗാധരൻ ശിവനോട് പറയാണ്. അപ്പം ശിവൻ പറയാണ്, നമുക്ക് വൈജയോടൊന്ന് സംസാരിച്ചാലോ? ഞാൻ കുറേ വട്ടം സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ ഒന്നിനും അടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും അവൾക്കില്ല. എന്തായാലും ഗംഗേട്ടനും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, സംസാരിച്ചേ പറ്റുള്ളൂ. അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അവൾ മനസ്സിലാക്കത്തില്ലെങ്കിൽ അവൾ വരുന്ന വഴി പോട്ടെ, അവൾ തന്നെ അനുഭവിക്കണ്ടേ, അങ്ങനെ നമുക്ക് വിചാരിക്കാം എന്ന് ഗംഗാധരൻ പറയാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനിറങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് സർവ്വവും ഒഴിഞ്ഞു മാറിപ്പോകണം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, എന്തായാലും ബാ, നമുക്ക് അവളോട് കണ്ടെന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ വൈജയുടെ മുറിയിലേക്ക് വരികയാണ്. വൈജയാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യം പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗംഗാധരനും ശിവശങ്കരനും കൂടെ വന്ന് ഡോറ് തട്ടുന്നത്. അങ്ങനെ വൈജ ചെന്ന് ഡോറ് തുറക്കുകയാണ്. ഗംഗേട്ടൻ, എന്താ ഗംഗേട്ടാന്ന് പറയാണ്. അല്ല, നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നതെന്ന് പറയാണ്. അങ്ങനെ വൈജയാണെങ്കിൽ അവരെ വിളിച്ച് അകത്തേക്ക് വരുത്തിയാണ്. എന്താ ഗംഗേട്ട സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് നിന്നോട് എപ്പോഴും സംസാരിക്കുന്ന കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നിൻ്റെ വീട്ടിലേക്ക് നെടുമ്പുരയിലേക്ക് നിനക്ക് തിരിച്ചു പൊക്കൂടെ? നിൻ്റെ മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെയും കാര്യമൊക്കെ നോക്കി നിനക്ക് അവിടെ കഴിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, ഓ, അത് ചോദിക്കാനാണോ ഗംഗേട്ടൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത്? അതറിയാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? അതിന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനേ നിന്നോട് കൂടുതൽ തമാശ പറയാനല്ല വന്നത്. നിനക്ക് ബുദ്ധിയില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ ആ വീട്ടിൽ നിന്ന് മാറി നീ ഇവിടെ വന്ന് നിന്നാൽ എന്തോ പ്രയോജനം? അതല്ലേ നിൻ്റെ വീടെന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ വൈജ പറയാണ്, ഓ, ഈ വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, ഞാൻ മാത്രം മന്ദബുദ്ധിയാണെന്നല്ലോ എല്ലാവരുടെയും വിചാരം. എന്നിട്ട് ഞാനന്ന് ബാലചന്ദ്രൻ്റെ അരീനയുടെ കാര്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ആയിരുന്നു ബുദ്ധി കൂടുതൽ. പിന്നെ നിങ്ങൾക്കൊക്കെ ആ സത്യം അറിയാമായിരുന്നെന്നും എനിക്കറിയാം. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഈ കുടുംബത്തിൽ ബുദ്ധിയില്ലാത്ത ആൾ, ഞാൻ മാത്രമല്ലേ മണ്ടത്തരങ്ങൾ പറയത്തുള്ളൂ എന്ന് വൈജ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരനും ശിവനും കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ വീട്ടിലേക്ക് നെടുമ്പുരയിലേക്ക് മടങ്ങി പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ പോകത്തില്ല ഗംഗേട്ട, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കത്തുള്ളൂ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അലീന ആ വീട്ടിൽ നിന്ന് പോവുകയോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഈ വീട് മാറി വാടക വീട്ടിലേക്ക് മാറാൻ. അവൾ പോകത്തില്ലെന്ന് കണ്ട ഞാൻ വാടക വീട്ടിലേക്ക് മാറുമെന്ന് പറയാണ്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ലെന്ന് പറഞ്ഞ് ശിവനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയാണ്, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. നിനക്ക് നിൻ്റെ ഭർത്താവ്, കുടുംബം ഇതൊന്നും വേണ്ടായോ? നീ എന്തിനെ ഇങ്ങനെ കടന്ന് അവരുമായിട്ട് വഴക്കിട്ടി മാറി താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ മാറി താമസിക്കുന്നത്? ആ അലീന വേലക്കാരിയായിട്ട് വന്ന് അലീന ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവളാണ്. അവളെ മാത്രം മതി ബാലചന്ദ്രൻ്റെ. കള്ളം പറഞ്ഞ് എന്നെ പുറത്താക്കിയിട്ടാലും അവളെ അവിടെ നിർത്തണം. അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? അതുകൊണ്ട് ഞാൻ തിരിച്ചിനി ആ വീട്ടിലേക്ക് പോകത്തില്ല. ഇനി പോകണമെങ്കിൽ തന്നെ അലീന ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാണ്. അല്ലാതെ ഒരു മാറ്റവും ഇല്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, നിനക്ക് ആ തീരുമാനം മാറ്റിയിട്ടില്ലേ? ആ പെങ്കൊച്ച് അവിടെ കാണും നിന്നോളുമല്ലോ. അത് ആ വീട്ടിലെ ജോലിയും നിൻ്റെ മക്കളുടെ കാര്യവും എല്ലാം നോക്കി അത് അവിടെ കാണും അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂല്ലോ. നിന്നെ ഇനി എന്തിനാ ആവശ്യമില്ലാതെ അതിനോട് വഴക്കിടാൻ പോകുന്നത്? അതിൻ്റെ കാര്യം നോക്കി അവിടെ നിന്നോളൂല്ലോ. അതുകൊണ്ട് നിനക്കൊരു ദോഷവും ഇല്ലല്ലോ എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുകയാണ്, എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഗംഗേട്ട. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ. അപ്പം ഗംഗാധരൻ ദേഷ്യം വയ്ക്കണം, നിനക്ക് എന്താ ഇത്ര വാശി? അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന്. അപ്പം ബാലചന്ദ്രൻ എന്നോട് കാണിച്ചു തന്നു തെറ്റല്ലയോ എന്ന് വൈജ ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ എന്താണെന്നാ നിന്നോട് കാണിച്ചു എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. കള്ളം പറഞ്ഞ് വേലക്കാരി അവിടെ പിടിച്ചു നിർത്തി, എന്നിട്ട് എന്നെ പുറത്താക്കി. ഇതൊന്നും ബാലചന്ദ്രൻ ചെയ്ത തെറ്റല്ലേ എന്ന് വൈജ ഗംഗാധരനോട് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയുകയാണ്, നിൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി വെച്ച് നീ തിരിച്ച് നെടുമ്പുരയിലേക്ക് പോയി നിൻ്റെ മക്കൾ ഭർത്താവായിട്ട് നീ സന്തോഷമായിട്ട് കഴിയാൻ പറയുകയാണ്. അപ്പോൾ വൈജ ദേഷ്യത്തോടെ പറയാണ്, ഇനി ആരെന്ത് പറഞ്ഞാലും ഗംഗേട്ട, ഞാൻ അലീനയായിട്ട് ആ വീട്ടിൽ കഴിയത്തില്ല. ഒരു കൂരയ്ക്ക് കീഴെ ഞാനും അവൾ ഒരു വീട്ടിൽ താമസിക്കത്തില്ല. അതെൻ്റെ തീരുമാനം തന്നെയാണ്. അങ്ങനെ ഞാൻ മരിച്ചിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഞാനും അവൾ ഒരു വീട്ടിൽ, അല്ലാതെ ഞാനും അവൾ ഇനി ഒരു വീട്ടിൽ ഒരിക്കലും കഴിയത്തില്ല എന്ന് വൈജ പറയാണ്. ഇത് കേൾക്കുന്ന ഗംഗാധരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഗംഗാധരൻ വന്ന് വൈജയെടുത്ത് പറയാണ്, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അതോടെ നിൻ്റെ കുടുംബം അതോടെ ചിന്ന ഭിന്നമാവും. അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്കൊരു പുച്ഛമാണ്. വൈജ പുച്ഛത്തോടെ ഇങ്ങനെ ഗംഗാധരനെ നോക്കുക.
നോക്കുകയാണ്. എൻ്റെ കുടുംബം എങ്ങനെയാ ചിന്ന ഭിന്നമാവുന്നതെന്ന് ചോദിക്കുകയാണ്. ചിലപ്പോൾ ബാലചന്ദ്രൻ അവളെ വേണമായിരിക്കും. അവളെ ഇപ്പം ബാലചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അവളെ ചിലപ്പം ബാലചന്ദ്രനെ വേണമായിരിക്കും. എൻ്റെ കുടുംബം എങ്ങനെ ചിന്ന ഭിന്നമാവാനാണ് വഴി ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ നീ സ്വയം അനുഭവിച്ചു. ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രമല്ല, അതെല്ലാം നീ സ്വയം അനുഭവിച്ച് തീർക്കുക. അതൊന്നും നീ പിടിച്ചാൽ നിൽക്കുന്നിടത്തായിരിക്കത്തില്ല. അത് നിനക്ക് വഴിയെ മനസ്സിലാവൂ എന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജി ഇങ്ങനെ പുച്ഛത്തോടെ നിൽക്കുകയാണ്. ഈ അഹങ്കാരം വലിയ താമസമില്ലാതെ നിൻ്റെ തീർന്നോളൂ. അപ്പം നിനക്ക് മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരനും ശിവനും ഭയങ്കര ദേഷിച്ച് പോവുകയാണ്. അപ്പോഴും വൈജയുടെ മനസ്സിൽ വൈരാഗ്യം, അലീനയോടുള്ള വൈരാഗ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയുടെ കാര്യം ആലോചിച്ച് അതിൻ്റെ കൂടെ ഗംഗാധരനും ശിവനും എല്ലാവരും വൈജയ്ക്കെതിരെ പറയുന്നതിൻ്റെ ദേഷ്യവും വേറെയുണ്ട് വൈജയ്ക്ക്. അങ്ങനെ വൈജി ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്.